ഗുഡ് മോർണിംഗ്. എന്തൊരു തണുപ്പാണ് ഗൈസ് ഈ വെളുപ്പാങ്കാലത്ത്. വെളുപ്പാങ്കാലം എന്ന് പറയുമ്പോൾ എനിക്ക് വെളുപ്പാങ്കാലം കേട്ടോ. നിങ്ങൾക്ക് 7 മണി വെളുപ്പാങ്കാലം ഒന്നും ഉണ്ടാവില്ല. എനിക്കത് വെളുപ്പാങ്കാലമാണ്. ഞങ്ങൾ പോയത് വേറൊരിടത്തല്ല കേട്ടോ, നീതി ലാബിലോട്ടാണ് ബ്ലഡ് ടെസ്റ്റ് എടുക്കാനായിട്ട്. ബിഫോർ ഫുഡ് എടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് രാവിലെ അങ്ങോട്ട് പോയി. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ടൈം തന്നെ ഞങ്ങൾ എത്തി ദേ ഞാൻ പ്രിപ്പയർ ആയിരിപ്പുണ്ട്. ദേണ്ട് എപ്പോൾ സൂചി എന്നെ കുത്താൻ വരും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ ഇരിക്കാൻ എനിക്കെന്നെ പേടിയൊന്നുമില്ല. പണ്ട് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അത് ഇജേൻ്റെ പുറകെ തന്നെ ഇരുന്ന് ഫോൺ കണ്ട് സൂയിക്കുവാണ്. ഞാനിവിടെ ടെൻഷൻ അടിച്ച് പണ്ടാറാണ്. ടെൻഷനൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ ഭയങ്കര പേടിയൊന്നുമില്ല. കുത്തുമ്പോഴൊരു ചെറിയൊരിത്. സിസ്റ്റർ വന്നു. എൻ്റെ പൊന്നേ, ഞാനാണെങ്കിൽ എന്താ പറയാൻ, ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. നിങ്ങൾ എത്ര പേര് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമെന്ന് കമൻറ്റ് ഇടണം കേട്ടോ. ഇങ്ങനെ ബ്ലഡ് എടുക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എനിക്കതെന്താണ്ട് ആ ഒരു സൈക്കോത്തനം. ചിലരൊന്നും ഇങ്ങനെ കണ്ണൊക്കെ അടച്ചിരിക്കും. പക്ഷെ ഞാനങ്ങനെയല്ല. ഞാനിങ്ങനെ എന്നെ കുത്തുമ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. സൈക്കോ ആണെന്ന് ഞാൻ ചില സമയങ്ങളൊക്കെ ചിന്തിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ടെസ്റ്റ് എടുക്കാനുള്ളത് കാരണം അവർ കുറേ ബ്ലഡ് എടുത്തായിരിക്കും. ഇങ്ങനെ കുത്തുമ്പോൾ തന്നെ ഒരു ചെറിയൊരു വേദനയില്ല, അതുണ്ടായിരുന്നുള്ളൂ. പിന്നെ നല്ല കഴിച്ച് നല്ല ഇതൊക്കെ ഉള്ളത് കണ്ടിട്ട് ബ്ലഡിനൊന്നും ഒരു ഭംഗിയില്ല. അതെ പോകുന്നുണ്ടോ. അങ്ങനെ ബ്ലഡൊക്കെ ഊറ്റിയെടുത്തു. എൻ്റെ പൊന്നേ, ഇപ്പം കാണുമ്പോൾ സുഖം. ആ സമയത്ത് എനിക്ക് ചെറിയൊരു തലകറക്കൊക്കെ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നാണ് കേട്ടോ. പിന്നെ ഇതേ കൈയൊക്കെ മടക്കി വെച്ചിട്ട് അതെ സംഭവം കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു 3/4 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് കേട്ടോ പോയത്. അത് അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഇൻഷുറൻസിൻ്റെ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ബ്ലഡ് ടെസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത് അത്രയും ദൂരം പോയി തന്നെ എടുക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി ടെസ്റ്റൊക്കെ എടുത്തു. പിന്നെ പുള്ളിക്കാരി ഇതേ ആ ഒരു ബ്ലഡൊക്കെ വൈപ്പ് ചെയ്തിട്ട് ഒട്ടിച്ചു വിട്ടു കേട്ടോ. ദെൻ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ എടുത്ത് പറക്കാൻ തുടങ്ങി ഗൈസ്. ഭയങ്കര തണുപ്പായിരുന്നു, സത്യം പറഞ്ഞാൽ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഇച്ചിരി ഉള്ളേരിയ ആയത് കൊണ്ടിട്ട് എന്താ പറയുക, ഇച്ചിരി തണുപ്പ് കൂടുതലായിരുന്നു. പിന്നെ ഞങ്ങൾ പോയി നൈസായിട്ടൊരു ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ട് അയച്ചാൻ കഴിച്ച ഇടിയപ്പം മുട്ടക്കറിയായിരുന്നു. പിന്നെ ഞങ്ങൾ ചായയും കുടിച്ചായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. പിന്നെ പൊറോട്ട ആയിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടൊരു 3 പൊറോട്ടയും ഒരു ബുൾസയും അവരടിച്ചു. ഞാൻ നോമ്പായത് കാരണം എനിക്ക് ബീഫും ചിക്കനും ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞാൻ മുട്ടയിലങ്ങ് ഒതുക്കി. അതിൻ്റെ പുറത്ത് സാമ്പാറല്ല കേട്ടോ, സാമ്പാറില്ലായിരുന്നു, ചമ്മന്തി ഒഴിച്ചൊരു കഴിപ്പുണ്ടായിരുന്നു മക്കളെ. ഈ കോമ്പിനേഷൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ പൊറോട്ടയും ചമ്മന്തിയും മുട്ടയും, എൻ്റെ പൊന്നേ, ഒരു രക്ഷയില്ല കേട്ടോ. അത്രേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കാം. ബൈ ബൈ.